ഹരി രാമ 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 ഹരി ഹരി. ഹരി കൃഷ്ണ 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 ഹരി ഹരി. ഹരേ രാമ 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 ഹരി ഹരി. ഹരി കൃഷ്ണ 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 ഹരി ഹരി. ഹരേ രാമ 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 ഹരി ഹരി. ഹരി കൃഷ്ണ 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 ഹരി ഹരി. നാരായണ കാരുണ്യകാണ്ഡോണം. ഹരി ശ്രീ ഗണപതി നമഃ. അഭിഘ്നമസ്തു. ബാലികേ സുഖകുലമൗലി ബാലികേ ഗുണശാലിനി ചാരുശീലേ ചൊല്ലിടൂ മടിയാതെ. നീലനീലനനിഭൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനീലജാതനലോചനൻ നാരായണൻ നീലലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻപരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ പാലനപരായണൻ പരമാത്മാവു തന്റെ ലീലകൾ കേട്ടാൽ മതിയാകയില്ലൊരിക്കലും. ശ്രീരാമചരിതങ്ങളതിലും വിശേഷിച്ചു സാരമായൊരു മുക്തിസാധനം രസായനം. ഭാരതീ ഗുണം തവ പരമാമൃതമല്ലോ പാരാതെ പറയുന്നു കേട്ടു പൈകിലി ചൊന്നാൽ. ഫാലലോചനൻ പരമേശ്വരൻ പശുപതി ബാലശീതാംശുമൗലി ഭഗവാൻ പരാപരൻ പ്രാലേയാചല മകളോടരുൾ ചെയ്തിരിനാൻ. ബാലികേ കേട്ടുകൊള്ളുക പാർവതി ഭക്തപ്രിയേ. രാമനാം പരമാത്മാവാനന്ദരൂപനാത്മാ രാമനദ്വയനേകനവ്യേനഭിരാമൻ അത്രിതാപസപ്രവരാശമേ മുനിയുമായ ത്രയും സുഖിച്ചു വാണിയിരാനൊരു ദിനം. ഭഗവാൻ ശ്രീ മഹാദേവൻ പാർവതി ദേവിയോട് പറഞ്ഞു, ആത്മാരാമനായ ശ്രീരാമദേവൻ അത്രിമകക്ഷിയുടെ ആശ്രമത്തില് സുഖമായി ഒരു ദിവസം താമസിച്ചു. പ്രത്യക്ഷുദ്ധായ തൻ നിത്യകർമ്മവും ചെയ്തു താമസം മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ. പുണ്ടരീകോദ്ഭവേഷ്ടപുത്ര ഞങ്ങൾക്കും മുരിമണ്ഡലമണ്ഡിതമാം ദണ്ഡകാരണ്യത്തിനു ദണ്ഡമിനിയെ പോവാനായി അനുഗ്രഹിക്കണം. പണ്ഡിതശ്രേഷ്ഠ കരുണാനിരേ തപോനിരേ ഞങ്ങളെ പെരുപരി കൂട്ടേണം. അതിനിപ്പോൾ ഇങ്ങുതിന്നയക്കേണം ശിഷ്യരിൽ ചിലരെയും. ഇങ്ങനെ രാമവാക്യമാത്മാമത്രീ മാമുനി കേട്ടു തിങ്ങീരും കൗതൂഹലം കൊണ്ടുടനരുൾ ചെയ്തു. നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടുന്നതിനുള്ളതാരുള്ളതോ തവ നേർവഴി കാട്ടിയിടുവാൻ. എങ്കിലും ജഗതരുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട. വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം ചൊല്ലുവൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോടു ചൊല്ലി മാമുനി താനും ഒട്ടു പിന്നാലെ ചെന്നാൻ. അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനി തന്നോടു രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം. നിന്തിരുവഴി കനിഞ്ഞങ്ങരുന്നീലനമന്തികെ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ട ആശീർവാദവും ചെയ്തുടൻ മന്ദം മന്ദം ചെന്നു തൻ പർണശാല ബുക്കിരുന്നരുളിനാൻ. പിന്നെയും കോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിലമ്മാറു മഹാവാഹിനി കാണായി വന്നു. അന്നേരം ശിഷ്യകളോടരുളി ചെയ്തു, രാമൻ ഇന്നധി കടപ്പതിനെന്തുമായങ്ങളുള്ളൂ എന്നു കേട്ടവർകളും ചൊല്ലിനാരെന്തു ദണ്ഡം. മന്നവാ നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിരുന്നതുണ്ടു. താനും ആകുലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം. എങ്കിലോ തോണി കരേറിയിടാമെന്നവർ ചൊന്നാൾ. ശങ്ക കൂടാതെ ശീഘ്രം തോണിയും കടത്തിനാർ. ശ്രീരാമൻ പ്രസാദിച്ചു താമസകുമാരകന്മാരോടു നിങ്ങൾ കടന്നങ്ങു പോകുന്നു ചൊന്നാൻ. ചെന്നുടൻ അത്രിപാദം വന്ദിച്ചു കുമാരന്മാരൊന്നൊഴിയാതെ രാമവൃത്താന്തമറിയിച്ചാൻ. ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരുമഥ ഘോരമായുള്ള മഹാകാനനമകം പുക്കാൻ. ചില്ലിന്ധാങ്കാരനാഥമണ്ഡിതം
സിംഹവ്യാഘ്രശല്യാതിമൃഗതീർണപാദഹീനം ഘോരരാക്ഷസകുലസേവിതം ഭയാനകം ക്രൂരസമ്പാദിപൂർണം കണ്ടു രാഘവൻ ചൊന്നാൻ. ലക്ഷ്മണ, നന്നായി നാലുപുറവും നോക്കിക്കൊള്ളുക, ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസാം പരീക്ഷകൾ. അതിരാവിലെ ഉണർന്നെഴുന്നേറ്റ് നിത്യകർമ്മങ്ങൾ അനുഷ്ഠിച്ച ശേഷം ശ്രീരാമലക്ഷ്മണന്മാർ മഹർഷിയെ നമസ്കരിച്ചിട്ട് യാത്ര പറഞ്ഞു. യാത്ര ആരംഭിച്ചു. ബ്രഹ്മദേവന്റെ പ്രിയപുത്ര, ഞങ്ങൾക്ക് മുനി സമൂഹം പാർക്കുന്ന ദണ്ഡകാരണ്യത്തിലേക്ക് പോകാൻ അനുവാദം തന്നനുഗ്രഹിക്കണം. ഞങ്ങൾക്ക് നേർവഴി കാട്ടി തരാനായി ഏതാനും ശിഷ്യരെ കൂടി അയച്ചു തരണം. ഇങ്ങനെ ശ്രീരാമൻ പറഞ്ഞത് കേട്ട് അത്രിമഹർഷി കൗതുകത്തോട് പറഞ്ഞു, എല്ലാവർക്കും നേർവഴി കാട്ടി കൊടുക്കുന്ന അങ്ങേക്ക് നേർവഴി കാട്ടാൻ ആരാണുള്ളത്? എങ്കിലും ലോകനീതി അനുസരിച്ച് എന്റെ ശിഷ്യന്മാരെല്ലാം അങ്ങേക്ക് വഴികാട്ടി തരും. ചെല്ലുവിൻ, നിങ്ങൾ മുമ്പിൽ നടക്കുവിൻ എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് മുനി കുറച്ചു ദൂരം അവരെ അനുഗമിച്ചു. അപ്പോൾ ശ്രീരാമൻ തിരിഞ്ഞു നിന്ന് മഹർഷിയോട് പറഞ്ഞു, ഇനി എനിക്ക് വഴികാട്ടി തരുവാൻ ശിഷ്യന്മാരുണ്ടല്ലോ, ആ സ്ഥിതിക്ക് അങ്ങ് തിരിച്ചെഴുന്നള്ളണം. ഇത് കേട്ടിട്ട് അത്രി മഹർഷി രാമലക്ഷ്മണന്മാരെ ആശീർവദിച്ചിട്ട് ആശ്രമത്തിലേക്ക് മടങ്ങി. വീണ്ടും ഒരു വെളിപ്പാട് നടന്നപ്പോൾ അവർ മുമ്പിലായി വലിയ നദി കണ്ടു. ശ്രീരാമൻ മുനിശിഷ്യന്മാരോട് ചോദിച്ചു, ഈ നദി കടക്കാൻ എന്തു ഉപായമാണുള്ളത്? ശിഷ്യന്മാർ പറഞ്ഞു, മന്നവ, നദി കടക്കാൻ ഇവിടെ നല്ല തോണിയുണ്ട്. ഞങ്ങൾ തന്നെ തോണി തുഴയാം, സംശയിക്കേണ്ട. ഞങ്ങൾക്ക് തോണി തുഴഞ്ഞ് പരിചയമുണ്ട്, എങ്കിൽ തോണിയിൽ കയറാം. ശ്രീ മുനിശിഷ്യന്മാര് വേഗം തോണി തുഴഞ്ഞ് മറുകരയിൽ എത്തിച്ചു. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സന്തോഷപൂർവ്വം മുനികുമാരന്മാരോട് തിരിച്ചു പോയിക്കൊള്ളുവാൻ പറഞ്ഞു. ആശ്രമത്തിൽ മടങ്ങിയെത്തിയ മുനികുമാരന്മാരെ വൃത്താന്തമെല്ലാം മഹർഷിയെ അറിയിച്ചു. രാമലക്ഷ്മണന്മാരും സീതാദേവിയും ഘോരവനത്തിനുള്ളിൽ പ്രവേശിച്ചു. ക്രൂരമൃഗങ്ങളും ഭീകര രാക്ഷസന്മാരും ഘോര സർപ്പങ്ങളുമുള്ള കൊടുങ്കാട്ടില് കടന്നു എന്ന് ശ്രീരാമൻ പറഞ്ഞു, ലക്ഷ്മണ, നീയെ നാലുപാടും ശ്രദ്ധയോടെ നോക്കിക്കൊള്ളാൻ. രാക്ഷസന്മാർ ഭക്ഷണം തേടി നടക്കുകയാണ്. വില്ലിനി നന്നായി കുഴിയെ കുലയ്ക്കയും വേണം, നല്ലൊരു ചരമൂരി പിരിച്ചുകൊള്ളുക കയ്യിൽ. മുന്നിൽ നീ നടക്കണം വലിയേ വൈദേശിയും, പിന്നാലെ ഞാനും നടന്നേരു വൻഗതമയം. ജീവാത്മാ പരമാത്മാക്കൾക്കു മധ്യസ്ഥയാകും ദേവിയാ മഹാമായ ശക്തി എന്നതുപോലെ അവയോർ മധ്യേ നടന്നേടുക വേണം. സീതാദേവിയുമെന്നാൽ ഒരു ഭീതിയും ഉണ്ടായി വരാം. ഇത്തരമരു ചെയ്തു തത്പ്രകാരേണ പുരുഷോത്തമൻ തനുദ്ധരനായി നടന്നോരു ശേഷം പിന്നിട്ടാലുടനൊരു യോജന വഴിയപ്പോൾ മുന്നിലമ്മാറൊരു പുഷ്കരണിയും കണ്ടാൻ. കൽക്കാരോൽപദാം കുമുദാം ഭുജോൽപലം പുല്ല പുഷ്പേഞ്ചീവരശോഭിതം ദ്വയപാനവും ചെയ്തു വിശ്രാന്തന്മാരായി വൃക്ഷഛായ ഭൂതലേ പുനരിരുന്നോ യഥാസുഖം. രാക്ഷസന്മാർ ഭക്ഷണം തേടി നടക്കുകയാണ്. വലിയ കുഴിയെ കൊടിച്ചു പിടിക്കണം. ഒരു നല്ല ശരം കയ്യിൽ തന്നെ എപ്പോഴും കരുതണം. മുമ്പിലായി നീ നടന്നു കൊള്ളണം. നിന്റെ പിന്നാലെ സീതയും നടക്കട്ടെ. ഏറ്റവും പിന്നിലായി ഞാനും നടക്കാം. ജീവാത്മാ പരമാത്മാക്കൾക്കും മധ്യത്തിലായി മായാശക്തി എന്ന പോലെ നമുക്കിരുവർക്കും മധ്യത്തിലായി സീതാദേവി നടക്കുമ്പോൾ ഭയമുണ്ടാവുകയില്ല. ഈ വിധത്തിൽ നടന്ന് ഒരു യോജന ദൂരം താണ്ടിയപ്പോൾ ഒരു തടാകം കണ്ടു. വിവിധ ജലപുഷ്പങ്ങൾ വികസിച്ചു നിൽക്കുന്ന തടാകത്തിലെ നിർമ്മല ജലം കണ്ട് അവര് ദാഹം ശമിപ്പിച്ചിട്ട് ഒരു ചുവട്ടിൽ വിശ്രമിച്ചു. അന്നേരമാശു കാണാൻ വന്നിതു വരുന്നതത്യുന്നതമായ മഹാസത്വമത്യുഗ്രാരവം ഉദ്യൂതപുത്രം കരാളോജ്വലം ജംഷാനിതവക്തഗഹ്വരം ഘോരകാരാമാരണ്യനേത്രം വാസാം വാമാം സസ്ഥനം ശൂലാഗ്രത്തിങ്കലുണ്ട് ഭീമശീർഷാർദ്ധൂല സിംഹമീഷമഹിഷാവരാഹാദി വാരണമൃഗവനഗോചര ജന്തുക്കളും
പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളി തുള്ളിയും പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചു കൊണ്ടുച്ചത്തിലലറി വന്നീരിനാനതു നേരം ഉദ്ധാനം ചെയ്തു താപമാനങ്ങൾ കൈക്കൊണ്ടതാം ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തിരു രാമചന്ദ്രൻ. കണ്ടോ നീ ഭയങ്കരനായൊരു നിശാചരനുണ്ട് നമ്മുടെ നേരെ വരുന്നു ലഘുതരം. സന്നാഹത്തോടു ബാണം തൊടുത്തു നോക്കിക്കൊണ്ടു നിന്നുകൊള്ളുക ചിത്തമുളച്ചു കുമാരനേ. വല്ലവേ ബാലേ സീതേ പേരിയായി ചെയ്തുമെടോ വല്ല ജാതിയും പരിപാലിച്ചോൾവനല്ലോ എന്നരുൾ ചെയ്തു നിന്നാനേതു മുന്നിലകാതെ വന്നുടനെടുത്തിതു രാക്ഷസപ്രവരനും. നിഷ്ഠൂരതരമൊട്ടാശപുട്ടും വണ്ണമൊട്ടഹാസം ചെയ്തിരുവറ്റീരും നാഥം പോലെ ദൃഷ്ടിയിൽ നിന്നും കനൽക്കട്ടകൾ വീഴും വണ്ണം പുസ്തകോപേന ലോകം ജത്തുമാരുടെ ചെയ്താൻ. കഷ്ടമാകന്താം കഷ്ടം നിങ്ങളാതിരുവരും ദുഷ്ടജന്തുക്കളേറ്റമുള്ള വൻകാട്ടിലിപ്പോൾ നിൽക്കുന്നി സത്തഭയം ജാപതൂണീര ബാണവൽക്കല ജടകളും ധരിച്ചു മുനിവേഷം കൈക്കൊണ്ടു മനോഹരിയായൊരു സാരിയോടും ഉൾക്കരിച്ചേറും അതിബാലന്മാരല്ലോ നിങ്ങൾ. ചിന്തന ഭയം വിനാ ഘോരമാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതുമെന്തൊരു മൂലം ചൊൽവിൻ. രക്ഷോവാണികൾ കേട്ടു തൽക്ഷണമരുൾ ചെയ്താനിസ്വാകൂകുലനാഥൻ മന്ദഹാസാനന്തരം. രാമനന്ദനിക്കുവേരെന്നുടെ വ്യക്തിവൾ വാമലോചന സീതാദേവി എന്നല്ലോ നാമം. ലക്ഷ്മണനെന്നു നാമിവനും മത്സോധരൻ മുക്കിതു വന്നാവനാന്തരം ജനകനിയോഗത്താൽ. രക്ഷോജാതികളാകും ഇങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പാനറികനെ. ശ്രുത്വാ രാഘവവാക്യമട്ടഹാസവും ചെയ്തു ഭക്തവും വിളർന്നൊരു കാലവും പറിച്ചോങ്ങി ക്രൂധനാം നിശാചരൻ രാഘവനോട് ചൊന്നാൻ. ശക്തനാം വിരാധനൻ എന്നെ നീ കേട്ടിട്ടില്ലേ? ഇത്തിരി ലോകത്തിൽ എന്നെ ആരറിയാതെയുള്ളതെത്രയും മൂടൻ ഭവാനന്ദിഹാചരിച്ചേ ഞാൻ. മദ്ഭയം നിമിത്തമായി താപസരെല്ലാം ഇപ്പോൾ ഈ പ്രദേശത്തെ വെരിഞ്ഞൊക്കവേ ദൂരെ പോയാൽ നിങ്ങൾക്കു ജീവിക്കയിലാശയുണ്ടുള്ളിലെങ്കിൽ അങ്കനാരത്നത്തെയുമായുധങ്ങളും വെരിഞ്ഞെങ്ങാനും ഓടിപ്പോയി വീണെല്ലായിലെനിക്കിപ്പോൾ തിങ്ങേടും വിശപ്പടക്കേറുവൻ ഭവാന്മാരാൽ. ഇത്തരം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി സത്വരമടുത്തതു കണ്ടു രാഘവനപ്പോൾ. പത്രികൾ കൊണ്ടു തന്നെ ഹസ്തങ്ങൾ അടുത്തപ്പോൾ പൂജിച്ചു രാമം പ്രതി ഭക്തവും പിളർന്നതി. സത്വരം നക്തഞ്ചരനടുത്താനതു നേരം അസ്ത്രങ്ങൾ കൊണ്ടു ഖണ്ഡിച്ചീരിനാൻ പാദങ്ങളും. ഭദ്രരോഷത്തോടവൻ പിന്നെയും അടുത്തപ്പോൾ ഉത്തമാംഗവും മുറിച്ചീരിനായു രാമൻ. രക്തവും പരന്നിരു ഭൂമിയിലതു കണ്ടു ചിത്തകൗതുകത്തോടു പുണർന്നു വൈദേഹിയും. നൃത്തവും തുടങ്ങിനാൻ അപ്സര സ്ത്രീകളെല്ലാം അത്യുച്ഛം പ്രയോഗിച്ചു ദേവദുന്ദുവികളും. അന്നേരം വിലാതൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപനെ കാണാൻ വന്നിതാകാശമാകെ സ്വർണഭൂഷണങ്ങളും പൂണ്ടു സൂര്യസന്നിഭകാന്ത്യാം സുന്ദര ശരീരനായി നിർമ്മലാംബരത്തോടും. രാഘവം പ്രണാർത്തികാരിണം ഗൃഹാകാരം രാജേന്ദുമുഖം ഭവഭഞ്ജനം ഭയഹരം. ഇന്ദിരാരമണമിഞ്ചീവരതള ശ്യാമള ശ്യാമമിന്ദ്രാദിവൃന്ദാരക വൃന്ദവന്ദിതപദം സുന്ദരം സുകുമാരം സുമൃതിജന മനോമന്ദിരം രാമചന്ദ്രം ജഗദാഭിരാമം. വന്ദിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്തു ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ. ആ സമയത്ത് വളരെ പൊക്കമേറിയ ഒരു ഭീകര ശബ്ദം ഘോരശബ്ദം പുറപ്പെടുവിച്ച് വൻമരങ്ങളെ പിടിച്ചു കുലുക്കിക്കൊണ്ട് വരുന്നത് കണ്ടു. വെള്ളിത്തിളങ്ങുന്ന ഘോരദംശങ്ങളോടുകൂടിയ വദനൗഹ, ചുവന്ന കണ്ണുകള്, ഇടതു തോളിൽ ചേർത്ത് പിടിച്ചിട്ടുള്ള വലിയ ശൂലത്തിന്റെ അറ്റത്ത് കടുവ, സിംഹം, പോത്ത്, പന്നി, ആന, മാന തുടങ്ങിയുള്ള കാട്ടുജന്തുക്കളും നിലവിളിക്കുന്ന മനുഷ്യരും ഈ വിധത്തിൽ പച്ചയിറച്ചി കടിച്ചു വലിച്ചു ഉടക്കെ അല്ലരി വിളിച്ചു കൊണ്ടുവരുന്ന ഭീകരജീവിയെ കണ്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ
അമ്പും വില്ലുമെടുത്ത് ചാടിയിരുന്നേറ്റ് ലക്ഷ്മണനോട് പറഞ്ഞു, ഒരു ഭയങ്കര രാക്ഷസൻ നമ്മുടെ നേർക്ക് വരുന്നത് കൊണ്ടോ? അമ്പു തൊടുത്ത് ജാഗ്രതയോടെ നീന്നുകൊള്ളുക പ്രിയേ. സീതയെ നീ പേടിക്കരുത്, ഏതുവിധങ്ങളും നിന്നെ ഞാൻ രക്ഷിച്ചുകൊള്ളാം. ശ്രീരാമൻ ധൈര്യമായി ഉറച്ചിരുന്നു. രാക്ഷസൻ അടുത്തു വന്നെത്തി. അയാളുടെ അട്ടഹാസം വിട്ടു ദിക്കുകളിലും വെടിവെട്ടുന്നത് പോലെ മുടങ്ങി. കടും കോപത്തോടെ കണ്ണുകളിൽ നിന്ന് കനൽക്കട്ടകൾ ചൊരിയും പോലെ നോക്കി രാക്ഷസൻ പറഞ്ഞു, കഷ്ടം കഷ്ടം, ദുഷ്ടജന്തുക്കളുള്ള ഈ കൊടുങ്കാട്ടില് അമ്പും വില്ലും മാവുനാടിയും മരവിരിയും ധരിച്ച് മുനിവേഷം കൊണ്ട് നിൽക്കുന്ന നിങ്ങൾ ആരാണ്? ഒരു സുന്ദരിയും കൂടെയുണ്ടല്ലോ. ഏതായാലും നിങ്ങള് നല്ല ധൈര്യമുള്ള കുട്ടികളാണ്. ഈ ഭയാനകമായ കൊടുങ്കാട്ടില് ദേശവും പേടിയില്ലാതെ ഇങ്ങനെ സഞ്ചരിക്കുവാൻ എന്തേ കാരണം? രാക്ഷസന്റെ വാക്കുകേട്ട് ശ്രീരാമദേവൻ മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ പേര് രാമൻ എന്നാണ്. ഇവരെന്റെ ഭാര്യ സീതാദേവി. ഇവരെന്റെ അനുജൻ പേര് ലക്ഷ്മണൻ എന്നാണ്. പിതാവിന്റെ ആജ്ഞയനുസരിച്ച് ഈ വിധമുള്ള രാക്ഷസന്മാരെ ശിക്ഷിച്ച് 3 ലോകങ്ങളെയും രക്ഷിക്കാനായി വനത്തിൽ പ്രവേശിച്ചതാണ്. രാക്ഷസൻ അത് കേട്ട് പൊട്ടിച്ചിരിച്ചു വായും പിളർന്ന് ഒരു വൻമരം പിടിച്ചെടുത്ത് ഓങ്ങിക്കൊണ്ട് ശ്രീരാമനോട് പറഞ്ഞു, കരുത്തനായ വിരാധനാണ് ഞാൻ. എന്നെ നീ കേട്ടിട്ടില്ലേ? ഈ 3 ലോകത്തിലും എന്നെ അറിയാത്തവരാരുണ്ട്? നീ മഹാമൂഢനാണെന്ന് ഞാൻ കരുതുന്നു. എന്നെ പേടിച്ച് താമസന്മാരെല്ലാം ഈ പ്രദേശം വിട്ട് ദൂരെ പോയി. നിങ്ങൾക്ക് ജീവിക്കാൻ മോഹമുണ്ടെങ്കിൽ നീ സുന്ദരിയെയും ആയുധങ്ങളെയും എല്ലാം ഉപേക്ഷിച്ച് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയിക്കൊള്ളുക. അല്ലെങ്കിൽ നിങ്ങളെ ഭക്ഷണമാക്കി എന്റെ വിശപ്പ് ശമിപ്പിക്കും. ഇങ്ങനെ പറഞ്ഞിട്ട് സീതാദേവിയെ നോക്കിക്കൊണ്ട് വേഗത്തിൽ അടുത്ത രാക്ഷസനെ കണ്ട് ശ്രീരാമൻ ശരങ്ങൾ പ്രയോഗിച്ച് അവന്റെ കൈകൾ മുറിച്ചിട്ടു. ക്രോധാവേശത്തോടെ രാക്ഷസൻ വായും പിളർന്നുകൊണ്ട് ശ്രീരാമന്റെ നേർക്ക് തിരിഞ്ഞു. രഘുരാമൻ പെട്ടെന്ന് ശരം പ്രയോഗിച്ച് രാക്ഷസന്റെ കാലുകളും കണ്ടിച്ചു. വീണ്ടും കോപത്തോടെ വന്നെടുത്ത രാക്ഷസന്റെ ശിരസും രാമബാണത്തിനു ലക്ഷ്യമായി. രാക്ഷസ രക്തം ഭൂമിയിലാകെ പരന്നത് കണ്ട് കൗതുകത്തോടെ സീതാദേവി ശ്രീരാമചന്ദ്രനെ ആശ്രയിച്ചു. ദേവസുന്ദരികൾ വാനിൽ മുഴങ്ങി ദേവസുന്ദരിമാർ നൃത്തം ചെയ്തു. ആ സമയത്ത് ആകാശമാർഗത്തില് വിരാധനിൽ നിന്നുയർന്നവരോ സുന്ദര രൂപൻ പ്രത്യക്ഷമായി. ശുഭ്രവസ്ത്രങ്ങളും സ്വർണഭൂഷണങ്ങളും അണിഞ്ഞ് തേജോ സൂര്യതേജത്തോടെ പ്രത്യക്ഷപ്പെട്ട വിദ്യാധരൻ ലോകാവിരാമനായ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ സ്തുതിച്ചു തുടങ്ങി. ശ്രീരാമ രാമ രാമ, ഞാനൊരു വിദ്യാധരൻ, കാരുണ്യമൂർത്തേ കമലാവതേ ധനാവതേ, ഭൂമാതാവായ മുനിതന്നുടെ ശാപത്തിനാൽ ഗർഭിതനായൊരു രാത്രിഞ്ചരനായേനല്ലോ. ജിഞ്ചുരുവടിയുടെ മഹാത്മ്യം കൊണ്ടു ശാപബന്ധവും ദീർഘമോക്ഷവും പ്രാപിച്ചേ നിന്നു നാഥ. സന്തതമിനി ചരണാമുജം യുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിനു വയ്ക്കാം. വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകണം, വാണികൾ കൊണ്ട് ചരണാർച്ചനം ചെയ്യാകണം, സ്വത്രങ്ങൾ കൊണ്ട് കഥാശ്രവണം ചെയ്യാകണം, നേത്രങ്ങൾ കൊണ്ട് രാമലിംഗങ്ങൾ കാണാകണം. ഉത്തമാകേന നമസ്കരിക്കായി വരേണ, ഉത്തമ ഭക്തന്മാർക്ക് മുഖ്യനായി വരേണം ഞാൻ. നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തേ, നമോ നമസ്തേ രാമായ ആത്മാരാമായ നമോ നമഃ. നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം, നമസ്തേ രാമായ ലോകാഭിരാമായ നമഃ. ദേവലോകത്തിനു പോവാൻ അനുഗ്രഹിക്കണം, ദേവദേവേശ പുനരൊന്നപേക്ഷിച്ചിരുന്നേ. നിൻ മഹാമായ ദേവി എന്നെ മോഹിപ്പിച്ചിരായ അംബുജവിലോചന, സന്തതം നമസ്കാരം. ഇങ്ങനെ വിദ്യാപിതനായ രഘുനാഥൻ അങ്ങനെ തന്നെയിരുന്നു കൊടുത്തു വരങ്ങളും. മുക്തമെന്നിയെ മുക്തനെന്നിയെ കണ്ടുകിട്ടുകയില്ല എന്നെ, ഭക്തി ഉണ്ടായാലുടൻ മുക്തിയും ലഭിച്ചേരും. രാമനോടനുച്ചയും കൈക്കൊണ്ടു വിദ്യാധരൻ കാമരാമേന പോയി നാഗലോകവും ബുക്കാൻ. ഇക്കഥ ചൊല്ലി സ്തുതിച്ചിടുന്ന പുരുഷനോ ദുഃഖുതമകന്നു മോക്ഷത്തെയും പ്രാപിച്ചിടാം. ശ്രീരാമ രാമ, ഒരു വിദ്യാധരനാണ് ഞാൻ. ഭൂവാസാവ് മഹർഷിയുടെ ശാപത്താൽ അഹങ്കാരിയായ ഒരു രാക്ഷസനായി തീർന്നു. നാഥ, അങ്ങയുടെ മഹത്വം കൊണ്ട് ഞാൻ ഇന്ന് ശാപത്തിൽ നിന്ന് മോചനം നേടി. എന്റെ മനസ്സിന് അങ്ങയുടെ കരുണ
കമലങ്ങളിൽ നാൽപ്പോഴും ചിന്തിക്കാനിടയാവേണമേ. വാക്കുകൾ കൊണ്ട് രാമകീർത്തനം ചെയ്യാനും കൈകൾ കൊണ്ട് അങ്ങയുടെ പാദങ്ങളിൽ അട്ടന നടത്താനും ഇടവരേണമേ. എന്റെ കാതുകൾക്ക് അങ്ങയുടെ കഥകൾ കേൾക്കാൻ അവസരം ലഭിക്കണമേ. അങ്ങയുടെ വിഗ്രഹങ്ങൾ കാണാൻ കണ്ണുകൾക്ക് ഭാഗ്യമുണ്ടാകണമേ. ശിരസുകൾ കൊണ്ട് അങ്ങയെ നമസ്കരിക്കാൻ കഴിയണമേ. ചേട്ടനായ ഭക്തന്മാരുടെ ദാസനായി തീരാൻ എന്നെ അനുഗ്രഹിക്കണമേ. ജ്ഞാനമൂർത്തിയായ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ ഞാൻ നമസ്കരിക്കുന്നു. ലോകാഭിരാമനായ രാമദേവന് നമസ്കാരം. അവിടുന്ന് തന്നെ ദേവലോകത്തേക്ക് പോകാൻ അനുവദിക്കണമേ. ദേവദേവാ, അങ്ങയോട് എനിക്കൊരു അപേക്ഷ കൂടിയുണ്ട്. അങ്ങയുടെ മായാദേവി എന്നെ മോഹിപ്പിക്കാതിരിക്കാൻ കാരുണ്യം കാട്ടണം. പങ്കജാക്ഷായ എപ്പോഴും അങ്ങേക്ക് നമസ്കാരം. ഈ വിധം വിദ്യാധരന്റെ അപേക്ഷ കേട്ട് ഭഗവാൻ അങ്ങനെയാകട്ടെ എന്ന് അനുഗ്രഹിച്ചു വരങ്ങൾ നൽകിക്കൊണ്ട് പറഞ്ഞു, മുക്തന് മാത്രമേ എന്നെ കാണാൻ കഴിയൂ. ഭക്തി ഉണ്ടായാൽ ഉടനെ മുക്തിയും ലഭിക്കും. ശ്രീരാമചന്ദ്രനോട് യാത്രാനുമതി നേടിക്കൊണ്ട് ഇഷ്ടപൂർത്തി നേടിയ വിദ്യാധരൻ സ്വർഗലോകത്തിലേക്ക് പോയി. ഈ കഥ കീർത്തിക്കുന്ന മനുഷ്യന് പാപങ്ങളകന്ന് മോക്ഷം നേടാൻ കഴിയും. രാമലക്ഷ്മണന്മാരും ജാനകീതാനും പിന്നെ ശ്രീമയമായ ശരഭംഗ മന്ദിരം ബുക്കാൻ സാക്ഷാൽ ഈശ്വരനെ മാംസേക്ഷണങ്ങളെ കൊണ്ടു വീത്യാ താപസവരൻ പൂജിച്ചു ഭക്തിയോടെ കന്ദവക്വാദികളാരാധിത്യം ചെയ്തു. ചിത്താനന്ദം ഉൾക്കൊണ്ടു ശരഭംഗരുമരുൾ ചെയ്തു. ജാനനേകം നാളുണ്ടു പാർത്തിരിക്കുന്നിതത്ര ജാനകിയോടും നിന്നെ കാൺമതിന്നാശയാലെ ആർജവമുക്ത്യാചിരം തപസാം ബഹുധരമാർജിച്ചേനല്ലോ പുണ്യമിന്നു ജാനവയെല്ലാം മർത്യനാൽ പിറന്നൊരു ജനക്കോ ഞാൻ മോക്ഷത്തിനായി ഉദ്യോഗം പൂണ്ടേനല്ലോ. നിന്നെയും കണ്ടു മമ പുണ്യവും നിങ്കനാക്കി എന്നെ ദേഹത്യാഗം ചെയ്തു തന്നെ ചിന്തിച്ചു ബഹുകാലം പാട്ടു ഞാനിരുന്നിരു ബന്ധവും ഒറ്റു കൈവല്യത്തെയും പ്രാപിക്കുന്നേൻ. യോഗീന്ദ്രനായ ശരഭംഗനാന്തബോധനൻ യോഗേശ്വരനായ രാമൻ തൻ പദം വണങ്ങിനാൻ. ചിന്തിച്ചിരുന്നേനന്ദ സന്തതം ചരാചരജന്തുക്കളന്തർഭാഗേ വസന്തം ജഗന്നാഥം ശ്രീരാമം ദുർവാദളശ്യാമളാമം ഭോജാക്ഷം ചീരവാസം ജടാമകുടം ധനുദ്ധരം സൗമിത്രിസേവ്യം ജനകാത്മജാസമന്വിതം സൗമുഖ്യ മനോഹരം കാരുണ്യ കരുണാരത്നാകരം കുണ്ടഭാവവും നീക്കി സീതയാ രഘുനാഥം കണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ചു ദേവലോകേശമതം പ്രാപിച്ചിരിക്കാൻ. പ്രബോധനാകാശമാർഗേ വിമാനങ്ങളും നിറഞ്ഞുരേ നാഗേശാദികൾ പുഷ്പവൃത്തിയും ചെയ്തിരിനാൻ. പാകശാസനൻ പാദാംബോജവും വണങ്ങിനാൻ. വൈശില്യാ സൗമിത്രനാ താമസഗതി കണ്ടു കൗസല്യാതനയനും കൗതുകമുണ്ടായി വന്നു. തത്രൈവ കിഞ്ചിത്കാലം കഴിഞ്ഞോരനന്തരം മുത്താരി മുഖ്യന്മാരുമൊക്കെ പോയി സുഖം ബുക്കാൻ. ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയോട് ഐശ്വര്യപൂർണമായ ശരഭംഗാശ്രമത്തിലെത്തി ലോകനാഥനായ ഭഗവാനെ മാംസരക്ഷികൾ കൊണ്ട് കണ്ടിട്ട് ശരഭംഗമകറ്റി ഭക്തിപൂർവ്വം ബലമൂലാദികൾ സമർപ്പിച്ച് അതിഥി പൂജ നടത്തിയിട്ട് മാനസാനന്ദത്തോടെ പറഞ്ഞു, സീതാദേവിയോട് തങ്ങയെ കാണണമെന്ന് ആശയോടെ എത്രയേറെ നാളായി ഞാൻ ഇവിടെ കാത്തിരിക്കുകയായിരുന്നു. നിർബുദ്ധിയോടെ വളരെ കാലമായി തപസ്സുകൊണ്ട് ഞാൻ നേടിയ പുണ്യമെല്ലാം മനുഷ്യനായി അവതരിച്ച അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഇന്ന് ഞാൻ മോക്ഷം നേടാനുള്ള പരിശ്രമം തുടങ്ങുന്നു. അങ്ങയെ കണ്ട് ഞാൻ സമ്പാദിച്ച പുണ്യമെല്ലാം അങ്ങയിൽ അർപ്പിച്ചിട്ട് ദേഹത്യാഗം ചെയ്യാവൂ എന്ന് കരുതി ദീർഘകാലമായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇന്നിതാ സകല ബന്ധങ്ങളും വെടിഞ്ഞ് ഞാൻ മുക്തിപദം പോകുന്നു. യോഗിയായ ശരഭംഗമകറ്റി യോഗീശ്വരനായ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ പാദങ്ങൾ വണങ്ങി ചരാചരാത്മകമായ പ്രപഞ്ചത്തെ ആകെ ഉള്ളിൽ വഹിക്കുന്ന ദുർവാദള ശ്യാമളനായ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ ഞാൻ നിരന്തരം ധ്യാനിക്കുന്നു. പ്രസന്നഭാവത്തിന് സീതയോടൊത്തിരിക്കുന്ന ശ്രീരാമദേവനെ കണ്ടുകൊണ്ടിരിക്കെ തന്നെ സ്വശരീരം യോഗാഗ്നിയിൽ ദഹിപ്പിച്ച് ആ താപസശ്രേഷ്ഠൻ ബ്രഹ്മപദം പ്രാപിച്ചു. ആകാശത്ത് വിമാനങ്ങൾ നിറഞ്ഞു, ദേവന്മാർ പൂമഴ ചൊരിഞ്ഞു. ഇന്ദ്രൻ മഹർഷിയുടെ പാദങ്ങളെ വണങ്ങി സീതാദേവിയോടും ലക്ഷ്മണനോടുമൊപ്പം
ശ്രീരാമദേവൻ താമസന്റെ മോക്ഷപ്രാപ്തി കൗതുകത്തോടെ കണ്ടു നിന്നു. അവിടെ തന്നെ അല്പസമയം കഴിച്ചു കൂട്ടിയിട്ട് ഇന്ദ്രാദി ദേവന്മാര് സ്വർഗലോകത്തിലേക്ക് മടങ്ങിപ്പോയി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ നാരായണ.